ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി കരയുന്ന എന്തിനാ മാഡം? സന്തോഷിക്കല്ലേ ചെയ്യണ്ടേ? അമ്മ ആരാണെന്ന് മനസ്സിലായി. അമ്മ മാഡത്തിന്റെ കാര്യം അന്വേഷിച്ച് കൂടെ ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി. ഇനി മാഡം കരയരുത്. എന്റെ അമ്മയെ തെറ്റിദ്ധരിച്ചു രാജു. അതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ മാഡം. ആർക്കും തോന്നിപ്പോകുന്ന കാര്യം മാഡത്തിനും തോന്നിപ്പോയി. അത് സ്വാഭാവികമല്ലേ? എന്നാലും രാജു, ഞാൻ ഇന്നലെ മാഡത്തിനോട് പറഞ്ഞില്ലേ, അമ്മ ഒരു ദുഷ്ടയാവാൻ യാതൊരു സാധ്യതയില്ലാന്ന്. അമ്മ മാഡത്തിനെ വിട്ട് ദൂരെ എങ്ങും പോയിരുന്നില്ല. മാഡത്തിനെ എപ്പോഴും കാണാവുന്ന അകലത്തിൽ തന്നെയായിരുന്നു മാഡത്തിന്റെ അമ്മ നിന്നത്. അവര് മാഡത്തിന്റെ ജീവിതത്തിലെ പല പ്രധാന കാര്യങ്ങൾക്കും സാക്ഷിയായിരുന്നു. പിന്നെ എന്തിനാ രാജു അമ്മ എന്നെ വിട്ടിട്ട് പോയത്? എന്തിനാ അമ്മ എന്റെ സ്വന്തം അമ്മയാണെന്നുള്ള കാര്യം എന്നോട് മറച്ചു വെച്ചത്? മീരയാണെന്ന് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അമ്മ എന്നെ വിട്ടിട്ട് ഇത്ര നാൾ എവിടെയായിരുന്നു രാജു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മകളെ ഉപേക്ഷിച്ചു പോയ ഒരു അമ്മയല്ല പത്മാവതി മാഡമെന്ന് ഇപ്പൊ മാഡത്തിന് മനസ്സിലായില്ലേ? വർമ്മ സാറും പത്മാവതി മാഡവും വളരെ നല്ലവരാ. പക്ഷേ പിന്നെ എന്തിനായിരിക്കും അവര് പരസ്പരം പിരിഞ്ഞത്? എന്തിനാ സ്വന്തം മകളെ വിട്ട് അവരിങ്ങനെ മാറി നിൽക്കുന്നത്? ഒരു നോർമൽ സെൻസ് വെച്ച് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. വർമ്മ സാറിന്റെ പത്മാവതി മാഡത്തിന്റെ ജീവിതത്തിൽ കയറി ആരോ കളിച്ചിട്ടുണ്ട്. അത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. അതിനു മുമ്പ് നമുക്ക് കണ്ടെത്തേണ്ടത് മാഡത്തിന്റെ അമ്മയെ. മാഡം വാ, നമുക്ക് റെഡിയാവാം. ഇല്ലില്ല, അവിടത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിളിക്കാം. ഇറങ്ങുവാണോ? ഇറങ്ങിക്ക. അവരുടെ കൂടെ പോവാത്തോണ്ട് ഒരു സ്വർഗം കിട്ടിയ സന്തോഷായി. വലിയ ഭാഗ്യം. മോൾക്ക് അമ്മയെ കാണാൻ പറ്റിയല്ലേ? അമ്മയെ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അമ്മയായിരുന്നെന്ന് അല്പം മുമ്പ് തിരിച്ചറിഞ്ഞ്. എനിക്ക് പല കഥകളും അറിയില്ല മക്കളെ. വർമ്മ സാറും പത്മാവതി തമ്പുരാട്ടിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ് അവരിവിടുന്ന് പോയതിനു ശേഷം ചിലതൊക്കെ കേട്ടതല്ലാതെ പലരും വ്യക്തമായിരുന്നില്ല. അല്ല, ചിലതൊക്കെ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് വിശദമായിട്ട് അന്വേഷിക്കാൻ പോയതുമില്ല. അത് വേണ്ട, അത് വേണ്ട. ഇതൊക്കെ എന്റെ ഡ്യൂട്ടിയാ. എന്റെ ഡ്യൂട്ടിയിൽ ആരും കൈയടത്തുന്നത് എനിക്കിഷ്ടമല്ല. നോവിനാലേ